തവനൂരിൽ LDF-ന്റെ സുൽത്താൻ KT ജലീൽ ഇപ്പോഴും പ്രതിനിധീകരിക്കുന്ന മണ്ഡലം. അതെ, KT ജലീൽ എന്ന് പറയാൻ നമുക്കറിയാം, കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് വീഴ്ത്തിയ പ്രധാനപ്പെട്ട LDF-ന്റെ നേതാവാണ് KT ജലീൽ. തോൽവി അറിയാത്ത ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് KT ജലീൽ. KT ജലീലിന് തവനൂര് കൊടുക്കുന്ന മാർക്ക് എത്ര? 60% ഉള്ളൂ. 60 സ്കോർ, 60.85 മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ KT ജലീൽ വീണ്ടും ഞാനിനി മത്സരിക്കുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണോ അവസാനത്തെ ടൈം പ്രവർത്തിച്ചതെന്നുള്ള അറിയില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനേക്കാൾ നല്ല സ്കോർ കിട്ടേണ്ടതാണ്. 60.85 സജീവമല്ലായിരുന്നു അദ്ദേഹം. നമ്മൾ പരിശോധിച്ചു. 60.8 കുറെ അധികം 6-5 മണ്ഡലത്തിൽ ലൈവല്ല. നമ്മൾ ഈ മണ്ഡലത്തിൽ മുഴുവൻ വോട്ടർമാരെയും കാണുന്നില്ല. നമുക്കൊരു നിശ്ചിതമായ വോട്ടർമാരെ കാണുമ്പോൾ അവർ പറയുന്നത് രാഷ്ട്രീയത്തിൽ ലൈവായിരുന്നു, മണ്ഡലത്തിൽ ലൈവല്ലായിരുന്നു. ഞാൻ പറഞ്ഞ MLA എന്ന് പറഞ്ഞാൽ വാർഡ് മെമ്പറെ പോലെ പെരുമാറുന്ന ആളുകളാണ് ഇപ്പോൾ ആവശ്യം. ആളുകൾ സുൽത്താൻ അടിതെറ്റുമോ എന്ന സൂചന ഇതിനകത്തുണ്ടോ? എന്താണ് തവനൂരിന്റെ രാഷ്ട്രീയ ചിത്രം? LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് തവനൂർ. ഇത്തവണ തവനൂരിൽ എന്ത് സംഭവിക്കും? UDF 48.86, LDF 43.22. അതായത് UDF-ന് മേൽക്കൈ തവനൂരിൽ എന്നുള്ളതാണ്. 5.64 മേൽക്കൈ തവനൂരിൽ. അവിടെ ഒരു മുൻതൂക്കം UDF-ന് ആണ് എന്നുള്ളതാണ്. തവനൂർ മണ്ഡലം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരുപക്ഷെ UDF ജയിക്കുകയാണെങ്കിൽ ജയിക്കാൻ പോകും. അതെ, 2011 മുതലുള്ള കണക്കെടുത്താൽ KT ജലീൽ തുടർച്ചയായി ജയിച്ചു വരുന്ന തവനൂർ മണ്ഡലം ഉണ്ടായതിനു ശേഷം LDF അല്ലാതെ മലപ്പുറം ജില്ലയിൽ ജയിച്ചിട്ടില്ല. ആ തവനൂരിൽ ഇത്തവണ അട്ടിമറി നടക്കുമോ? കഴിഞ്ഞ തവണ വലിയ തരംഗം ഉണ്ടായപ്പോൾ അദ്ദേഹം വളരെ നിസ്സാരം കുട്ടികൾക്ക് വലിയ വെല്ലുവിളി. മന്ത്രിയും നല്ല MLA-യും വളരെ വലിയ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ സ്കോർ ഇല്ല. ഞാൻ പറഞ്ഞ ഘടകം 60-ലേക്ക് എത്തുന്നു. UDF-ന്റെ ട്രെൻഡ് മലപ്പുറത്തെ സീറ്റിൽ പരിശോധിക്കുമ്പോൾ എല്ലാ സീറ്റും UDF അനുകൂലമായിട്ട് വരുന്നത്. അപ്പം മലപ്പുറത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന ട്രെൻഡിൽ KT ജലീലിനെ തവനൂരിൽ ജയിച്ച് കയറി വരാനുള്ള സാഹചര്യമില്ല. 2021 മലപ്പുറം ജില്ലയിൽ നിന്ന് LDF ജയിച്ച സീറ്റുകളിൽ നിലമ്പൂർ കൈവിടുന്നു, തവനൂർ കൈവിടുന്നു. അപ്പോ മലപ്പുറത്തിന്റെ രാഷ്ട്രീയ മനസ്സ് LDF-നൊപ്പം അല്ലേ? സൂചനയാണ്. അല്ല, ഈ അഖിൽ, ഇപ്പോ ഈ പൊതുവേ ഉള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ടല്ലോ, ന്യൂനപക്ഷങ്ങൾ സർക്കാരിനെതിരാകുന്നു. അത്തരം കാര്യങ്ങൾ ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാവുമോ? സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പം നമ്മളൊരു ചോദ്യം അതിലുണ്ട്. നമ്മള് സർക്കാർ ഭരണം മാറ്റം അപ്പൊ അതിൽ കൃത്യമായി നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ അത് മൊത്തം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടും. എങ്കിൽ പോലും മലപ്പുറം അല്ലെങ്കിൽ മലബാർ സീറ്റുകളിൽ ഈ പറയുന്ന KT ജലീൽ തവനൂരിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ രേഖീകരണം UDF-ന് അനുകൂലമായിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ മറ്റു ചോദ്യങ്ങളോട് UDF-ന് വലിയ മുൻതൂക്കമാണ്. ആ മുൻതൂക്കം പരിശോധിക്കുകയാണെങ്കിൽ KT ജലീൽ ഇതിലും വലിയ മാർജിനിൽ പരാജയപ്പെടാനുള്ള സാധ്യത പിന്നെയും പിടിച്ചു നിൽക്കുകയാണ്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വിപ്രതിപത്തി ഉണ്ട്. അത് അല്ല, ജില്ലാ പഞ്ചായത്ത് പരിശോധിക്കുമ്പോൾ തവനൂരിന്റെ കീഴിൽ വരുന്ന മുഴുവൻ സീറ്റുകളും പരാജയപ്പെട്ടു. മലപ്പുറത്ത് പൊളിറ്റിക്കലി